Welcome back, my dear students and friends. Today, you are going to learn methods of recording depreciation, charging depreciation to asset account. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെയോ ബിസിനസ് സ്റ്റഡീസിൻ്റെയോ നോട്ട്സ് വീഡിയോസ് എന്നിവ ആവശ്യമുണ്ടെങ്കിൽ ബ്ലോഗ് സന്ദർശിക്കുക www.manojmelekandi.blogspot.com. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. മെത്തേഡ്സ് ഓഫ് റെക്കോർഡിംഗ് ഡിപ്രീസിയേഷൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ട് രീതിയിൽ പ്രധാനമായിട്ടും ഡിപ്രീസിയേഷൻ എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്തൊക്കെയായിരുന്നു? യെസ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് ബുക്ക് വാല്യൂ മെത്തേഡ്. ഈ രണ്ട് രീതിയിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. അങ്ങനെ ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് രീതികളാണുള്ളത്. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ റെക്കോർഡിംഗ് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്സ്. ദേ ആർ: ഫസ്റ്റ്, ചാർജിങ് ഡിപ്രീസിയേഷൻ ടു അസറ്റ് അക്കൗണ്ട്. സെക്കൻഡ്, ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓർ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഈ രണ്ട് രീതിയിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ബുക്കിൽ രേഖപ്പെടുത്താം. അതിൽ ആദ്യത്തെ മെത്തേഡായ ചാർജിങ് ഡിപ്രീസിയേഷൻ ടു അസറ്റ് അക്കൗണ്ട്. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയും അത് ചാർജിങ് ഡിപ്രീസിയേഷൻ ടു അസറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന രീതിയിൽ ബുക്കിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ബുക്കിൽ രേഖപ്പെടുത്തുക എന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. നോക്കാം. ചാർജിങ് ഡിപ്രീസിയേഷൻ ടു അസറ്റ് അക്കൗണ്ട്. According to this arrangement, depreciation is deducted from the cost of the asset, that is credited to the asset account, and depreciation charged or debited to profit and loss account. ഈ ഒരു മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ലോസായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു എക്സ്പെൻസായി കണ്ടുകൊണ്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. ഓരോ വർഷവും അസറ്റ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അസറ്റിൻ്റെ വില കുറഞ്ഞു വരും. അതോടൊപ്പം തന്നെ ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസായി ട്രീറ്റ് ചെയ്തുകൊണ്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഓരോ വർഷവും ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. നമുക്ക് നോക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസ്. ഫസ്റ്റ്, ഫോർ റെക്കോർഡിംഗ് പർച്ചേസ് ഓഫ് അസറ്റ്. ഒരു അസറ്റ് വാങ്ങിക്കുമ്പോഴുള്ള ജേർണൽ എൻട്രി എന്തായിരിക്കാം? ഒരു അസറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്നത് അസറ്റ് ആയിരിക്കും അല്ലേ? നമ്മൾ കൊടുക്കുന്നതോ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. അതുകൊണ്ട് തന്നെ ജേർണൽ എൻട്രി വരുന്നത് കിട്ടുന്നത് അസറ്റ് ആയതുകൊണ്ട് അസറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാഷിനെ അല്ലെങ്കിൽ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ്. ഇനി നെക്സ്റ്റ് വരുന്ന എൻട്രി എന്ന് പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് എവറി ഫിനാൻഷ്യൽ ഇയർ ആണ്. സാമ്പത്തിക വർഷത്തിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട രണ്ട് എൻട്രിയാണ് കാര്യമായിട്ട് ഇനി നമ്മൾ പഠിക്കേണ്ടത്. അതിൽ ഫസ്റ്റ്, ഫോർ ഡിഡക്റ്റിംഗ് ഡിപ്രീസിയേഷൻ എമൗണ്ട് ഫ്രം ദി കോസ്റ്റ് ഓഫ് ദി അസറ്റ്. അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ അതാത് വർഷം ലെസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അസറ്റ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ വരണം. അപ്പോൾ അതിനുള്ള ജേർണൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് അക്കൗണ്ട് എന്നാണ്. എത്ര എമൗണ്ട് ഡിപ്രീസിയേഷൻ ആണ് ഓരോ വർഷവും നമ്മൾ ചാർജ് ചെയ്യുന്നത് ആ എമൗണ്ടിനാണ് ഈ ജേർണൽ എൻട്രി എഴുതേണ്ടത്. അതെല്ലാ വർഷവും അവസാനം നമ്മൾ ജേർണൽ എൻട്രി എഴുതണം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് അക്കൗണ്ട്. അതിനുശേഷം ഈ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. കാരണം അതൊരു എക്സ്പെൻസ് അക്കൗണ്ടാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അതാത് വർഷം നമ്മൾ ക്ലോസ് ചെയ്യണം ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ്സ് ബാലൻസ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അങ്ങനെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അതിൻ്റെ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്യേണ്ട ജേർണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിപ്രീസിയേഷൻ. എത്രയാണോ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ കാണുന്ന എമൗണ്ട് അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിപ്രീസിയേഷൻ. അപ്പോൾ ആദ്യം അസറ്റ് വാങ്ങുന്ന എൻട്രി എഴുതുക. അതിനുശേഷം ഡിപ്രീസിയേഷൻ്റെ എൻട്രി, രണ്ട് എൻട്രി എഴുതണം. ഒന്ന് അസറ്റിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോഴുള്ള എൻട്രി, രണ്ട് ആ ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി.
ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഈ 2 എൻട്രി എല്ലാ വർഷവും അവസാനം നമ്മൾ ജേണൽ എൻട്രി ആയിട്ട് രേഖപ്പെടുത്തണം. അത് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയും വേണം. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇല്ലുസ്ട്രേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ്, എ ബിസിനസ് പർച്ചേസ്ഡ് എ മെഷീനറി ഫോർ ₹90,000 on 1st April 2015 and spent ₹20,000 for its installation. The salvage value of the plant after its useful life of 4 years is estimated to be ₹10,000. Record journal entries for the 4 years and draw up machinery account and depreciation account. Depreciation is charged using straight line method. The books of accounts are closed on 31st March every year. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ദി അസറ്റ്. ഇവിടെ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുമ്പോൾ അസറ്റ് വാങ്ങിച്ച വിലയും അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വിലയും, അതായത് അത് വർക്കിംഗ് കണ്ടീഷൻ ആക്കുന്നത് വരെയുള്ള എല്ലാ ചെലവുകളും ചേർന്നതാണ് അതിൻ്റെ ടോട്ടൽ കോസ്റ്റ്. ഇപ്പം 90,000 റുപ്പീസിനാണ് മെഷീനറി വാങ്ങിച്ചതെങ്കിലും അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് 20,000 രൂപ ചിലവായി. ഇപ്പം 90,000 + 20,000 അതാണ് മെഷീനറിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. മൈനസ് 4 വർഷത്തിന് ശേഷം അത് വിറ്റാൽ കിട്ടുമെന്ന് നമ്മൾ കണക്കാക്കുന്നത് 10,000 റുപ്പിയാണ്. മൈനസ് 10,000 ദാറ്റ് ഈസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ അതിൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് 4 years ആണ്. അതുകൊണ്ട് തന്നെ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 1,10,000 മൈനസ് 10,000 ഡിവൈഡ് ബൈ 4, 1,00,000 ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് 25,000. അപ്പോൾ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 25,000 ആണ്. അതെല്ലാ വർഷവും സെയിം ആണ്, കാരണം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് ഇവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ 25,000 ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ബുക്കിൽ രേഖപ്പെടുത്താം? അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് അസറ്റ് അക്കൗണ്ടിൽ തന്നെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ബുക്കിൽ രേഖപ്പെടുത്താമെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രി നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് നമ്മളോട് പറയുന്നത് എ ബിസിനസ് പർച്ചേസ്ഡ് എ മെഷീനറി ഫോർ ₹90,000 on 1st April 2015 ആൻഡ് സ്പെൻഡ് ₹20,000 ഫോർ ഇറ്റ്സ് ഇൻസ്റ്റലേഷൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ മെഷീനറി വാങ്ങിക്കുമ്പോൾ നമ്മൾ പാസ് ചെയ്യേണ്ട ജേണൽ എൻട്രി, മെഷീനറി നമുക്ക് കിട്ടുന്നു, നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് നമ്മൾ കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ജേണൽ എൻട്രി ആയിട്ട് വരിക മെഷീനറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ മെഷീനറിയുടെ വില 90,000 ആണ്, ഇൻസ്റ്റലേഷൻ എക്സ്പെൻസസ് 20,000 ആണ്. അപ്പോൾ ഇതിന് 2 ജേണൽ എൻട്രി എഴുതുന്നതിന് പകരം രണ്ടും സെയിം എൻട്രിയാണ് എഴുതേണ്ടത്. അതുകൊണ്ട് നമുക്ക് 2 എമൗണ്ടും ടോട്ടൽ ചെയ്ത് ഒറ്റ എൻട്രി ആയിട്ട് എഴുതിയാലും മതി. ഇപ്പോൾ ആദ്യം ഡേറ്റ് കോളത്തിൽ 1st April 2015, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് 1,10,000 ടു ബാങ്ക് 1,10,000. ഇവിടെ കോസ്റ്റ് ഓഫ് മെഷീനറിയും വന്നു, അതുപോലെ തന്നെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ എക്സ്പെൻസസും വന്നു. ഇനി പിന്നെ വരുന്നത് ആ വർഷം ബിഗിനിങ്ങിലാണ്, 1st Aprilലാണ് അസറ്റ് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ ആ വർഷം മുഴുവനായിട്ടും ബിസിനസ്സിൽ ആ അസറ്റ് ഉപയോഗിക്കുന്നുണ്ട്. 12 മാസവും ബിസിനസ്സിൽ ആ അസറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ 31st March 2016 ഒരു വർഷം കഴിയുന്ന സമയത്ത് അതിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രിയാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 25,000 ടു മെഷീനറി 25,000. ദാറ്റ് ഈസ് ആനുവൽ ഡിപ്രീസിയേഷൻ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് അതേ ഡേറ്റിൽ തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുള്ള എൻട്രി 31 March 2016 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് 25,000 ടു ഡിപ്രീസിയേഷൻ 25,000. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ എൻട്രി കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ജേണൽ എൻട്രി റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ രണ്ടാമത്തെ വർഷത്തെ അവസാനം നമ്മൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ കണക്കാക്കി ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ 31st March 2017 ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 25,000 ടു മെഷീനറി 25,000. സെയിം എമൗണ്ട് തന്നെ, കാരണം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. നെക്സ്റ്റ് ഈ ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ 31st March 2017 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് 25,000 ടു ഡിപ്രീസിയേഷൻ 25,000. നെക്സ്റ്റ് അടുത്ത വർഷവും ഇതേ എൻട്രി തന്നെ
റിപ്പീറ്റ് ചെയ്യുക. 31st March 2018 ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 25,000 ടു മെഷീനറി 25,000. നെക്സ്റ്റ് 31st March 2018 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് 25,000 ടു ഡിപ്രീസിയേഷൻ 25,000. ഇനി ലാസ്റ്റ് വർഷമാണ്. ലാസ്റ്റ് വർഷം അവസാനമാണ് ഈ മെഷീനറി വിറ്റിട്ട് 10,000 റുപ്പീ കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് വർഷവും ഡിപ്രീസിയേഷൻ്റെ എൻട്രി അതേപോലെ എഴുതുക. കാരണം ലാസ്റ്റ് വർഷവും 12 മാസവും ബിസിനസ്സിൽ ഈ മെഷീനറി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ 31st March 2019 ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 25,000 ടു മെഷീനറി 25,000. ഇനി ഈ ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി 31st March 2019 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് 25,000 ടു ഡിപ്രീസിയേഷൻ 25,000. ഇനി ലാസ്റ്റിൽ ഇതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ, സപ്പോസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതുപോലെ തന്നെ സ്ക്രാപ്പ് വാല്യൂ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. നമ്മൾ ഈ മെഷീനറി വിറ്റു, അവസാനം നമുക്ക് 10,000 റുപ്പീ വിറ്റിട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജേർണൽ എൻട്രി ആയിട്ട് പാസ് ചെയ്യേണ്ടത് 31st March 2019 നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഈ മെഷീനറി വിറ്റു 10,000 റുപ്പീ കിട്ടി എന്നാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ക്യാഷാണ് അല്ലെങ്കിൽ ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യാം. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 10,000 ടു മെഷീനറി 10,000. ഇത്രയും ജേർണൽ എൻട്രീസാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. ഇനി ഈ ജേർണൽ എൻട്രി പ്രകാരം നമ്മൾ അക്കൗണ്ടുകൾ തയ്യാറാക്കണം. മെഷീനറി അക്കൗണ്ടും ഡിപ്രീസിയേഷൻ അക്കൗണ്ടും നമുക്ക് എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. ആദ്യം മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കാം. മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ 1st April 2015 മെഷീനറി വാങ്ങിച്ചതായിട്ട് നമ്മളൊരു ജേർണൽ എൻട്രി എഴുതിയിട്ടുണ്ട്. മെഷീനറി അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് 1,10,000. അപ്പോൾ ആ എൻട്രി ആദ്യം മെഷീനറി അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക, ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. 1st April 2015 ടു ബാങ്ക് 1,10,000. ഇനി ആ വർഷം അവസാനം ഈ ഒരു മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി. ഇപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മെഷീനറിയെ ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ മെഷീനറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക 31 March 2016 ഡിപ്രീസിയേഷൻ 25,000. ഇനി ഈ വർഷത്തെ ഇടപാടുകൾ വേറെ ഒന്നുമില്ല, വേറെ എക്സ്ട്രാ മെഷീനറി വാങ്ങിയിട്ടില്ല, വിറ്റിട്ടില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷം മെഷീനറി അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. അപ്പോൾ മെഷീനറി അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ കിട്ടുന്നത് 1,10,000. അത് തന്നെ ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തുക. ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നത് 85,000. ഈ 85,000 നേരെ എഴുതുക ബാലൻസ് ക്യാരി ഡൗൺ. അപ്പോൾ ഈ ബാലൻസ് ചെയ്തത് 31st March 2016 ആണ്. ആ ഡേറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നില്ല, കാരണം അതിൻ്റെ തൊട്ട് മുകളിൽ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. അതേ ഡേറ്റ് തന്നെയാണ് എഴുതേണ്ടത്. വേണമെങ്കിൽ ഡേറ്റ് എഴുതാം, അതിനും പ്രശ്നമില്ല. അപ്പോൾ ഫസ്റ്റ് ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ആ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ബാലൻസ് നെക്സ്റ്റ് ഇയറിൽ ഓപ്പണിംഗ് ഡേറ്റിൽ ബ്രോ ഡൗൺ ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡിൽ ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ അത് ബ്രോ ഡൗൺ ചെയ്യാം. അപ്പോൾ 1st April 2016 നെക്സ്റ്റ് ഡേ ടു ബാലൻസ് ബ്രോ ഡൗൺ 85,000. അപ്പോൾ മെഷീനറിയുടെ 1st April 2016 ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 85,000 ആണ്. ഇനി 2016 എന്ന് പറയുന്ന ആ ഒരു വർഷത്തെ അവസാനം 31st March 2017 അതാണ് വർഷാവസാനം. അപ്പോൾ 31st March 2017 ആ വർഷത്തെ ഡിപ്രീസിയേഷൻ ബുക്കിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ രേഖപ്പെടുത്തിയതുപോലെ ക്രെഡിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ 25,000. വീണ്ടും മെഷീനറി അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടലായിട്ട് കിട്ടുന്നത് 85,000. അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് വരുന്നത് 60,000 ബാലൻസ് ക്യാരി ഡൗൺ എന്ന് രേഖപ്പെടുത്തും. ഇനി ഈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതിയത് നെക്സ്റ്റ് ഡേ, അതായത് നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് മാറ്റി എഴുതുക ഓപ്പോസിറ്റ് സൈഡിൽ ടോട്ടലിന് ശേഷം. 1st April 2017 ടു ബാലൻസ് ബ്രോ ഡൗൺ 60,000. ഇനി ആ ഒരു വർഷം നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. അപ്പോൾ ആ ഒരു വർഷം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടി 31st March 2018 ബൈ ഡിപ്രീസിയേഷൻ 25,000. ഇനി വീണ്ടും മെഷീനറി അക്കൗണ്ട് നമ്മൾ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ 60,000, ബാലൻസ് 35,000. ആ ബാലൻസ് 2018 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് മാറ്റി എഴുതുക 1st April 2018 ടു ബാലൻസ് ബ്രോ ഡൗൺ 35,000. ഇനി 31st March 2019 ആ വർഷം അവസാനം ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യാം ബൈ ഡിപ്രീസിയേഷൻ 25,000.
ഇനി ആ ഒരു വർഷം 4ാമത്തെ വർഷം അവസാനം ഈ ഒരു അസറ്റ് വിറ്റപ്പോൾ നമുക്ക് 10,000 റുപ്പീസ് തന്നെ കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കുന്നു, അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ബൈ ബാങ്ക് 10,000 അസറ്റ് അക്കൗണ്ടിൽ 0 ബാലൻസ് ആണ്. നമ്മൾ പ്രതീക്ഷിച്ച എമൗണ്ടിന് തന്നെ ആ ഒരു മെഷീനറി നമുക്ക് വിൽക്കാൻ വേണ്ടി പറ്റി. അതുകൊണ്ട് തന്നെ വിൽക്കുമ്പോൾ നമുക്ക് ലാഭമോ നഷ്ടമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കറക്റ്റ് എമൗണ്ട് തന്നെയാണ് നമുക്ക് വിൽപ്പന നടത്താൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് തന്നെ മെഷീനറി അക്കൗണ്ടിൽ ലാസ്റ്റിൽ ബാലൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇതാണ് മെഷീനറി അക്കൗണ്ട്. ഇനി നെക്സ്റ്റ് ഇതേപോലെ വരുന്ന മറ്റൊരു അക്കൗണ്ടാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നമ്മൾ വരക്കുന്ന സമയത്ത് വർഷാവസാനമാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കി ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ വർഷം അവസാനം 31 മാർച്ച് 2016 ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പാസ് ചെയ്ത ജേർണൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി എന്നാണ്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക 31 മാർച്ച് 2016 ടു മെഷീനറി 25,000. ഇനി ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ വരുന്ന ഈ ഒരു എമൗണ്ട് ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പോൾ 31 മാർച്ച് 2016 ആ വർഷം അവസാനം അതേ ഡേറ്റിൽ തന്നെ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്ത ജേർണൽ എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിപ്രീസിയേഷൻ എന്നാണ്. ഇപ്പോൾ ഡിപ്രീസിയേഷനെ ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക 31 മാർച്ച് 2016 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 25,000. അപ്പോൾ അത് ടോട്ടൽ ചെയ്യുമ്പോൾ 25,000 തന്നെ ഡെബിറ്റും ക്രെഡിറ്റും ടോട്ടലായിട്ട് കിട്ടും, ബാലൻസ് ഒന്നുമില്ല. കാരണം ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഒരു എക്സ്പെൻസ് അക്കൗണ്ടാണ്. എക്സ്പെൻസ് അക്കൗണ്ടിന് സാധാരണ ബാലൻസ് ഉണ്ടാവില്ല. ആ ബാലൻസ് വരുന്നത് കംപ്ലീറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക, ഇപ്പോൾ ചെയ്തതുപോലെ. ഇനി നെക്സ്റ്റ് ഇയറിൽ വീണ്ടും ഇതേ എൻട്രി തന്നെ റിപ്പീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇയർ എൻഡിൽ 31 മാർച്ച് 2017 ടു മെഷീനറി 25,000. ആ വർഷം അതേ ഡേറ്റിൽ തന്നെ അവസാനം തന്നെ 31 മാർച്ച് 2017 ആ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 25,000. ടോട്ടൽ കാണിക്കുക 25,000, ബാലൻസ് ഒന്നും ഇല്ല. അതേപോലെ മൂന്നാമത്തെ വർഷം 31 മാർച്ച് 2018 ഡെബിറ്റ് സൈഡിൽ ടു മെഷീനറി 25,000. നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ 31 മാർച്ച് 2018 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 25,000. ടോട്ടൽ 25,000 തന്നെ. നെക്സ്റ്റ് ലാസ്റ്റ് ഇയറിൽ 31 മാർച്ച് 2019 ടു മെഷീനറി ഡെബിറ്റ് സൈഡിൽ കാണിക്കുക 25,000. 31 മാർച്ച് 2019 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 25,000. ടോട്ടൽ 25,000, അതിൻ്റെ അകത്ത് ബാലൻസ് ഒന്നുമില്ല. ഈ ഒരു അക്കൗണ്ട് ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിന് ബാലൻസ് ഉണ്ടാവില്ല. നേരെ മറിച്ച് മെഷീനറി അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ഒരു അസറ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് അതിന് ബാലൻസ് ഉണ്ടായിരിക്കും, അതിന് ബാക്കി ഉണ്ടാവും. കാരണം ഈ വർഷം തന്നെ കംപ്ലീറ്റ് അസറ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല, അസറ്റ് അടുത്ത വർഷവും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ അസറ്റ് അക്കൗണ്ടിന് ബാലൻസ് ഉണ്ടാവും, പക്ഷേ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിന് ബാലൻസ് ഇല്ല. നെക്സ്റ്റ് അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ കമ്പനി എക്വയർഡ് എ മെഷീനറി ഫോർ ₹1,80,000 ഓൺ October 1, 2016 and spent ₹40,000 for its installation. It is estimated that at the end of its useful life of 10 years, it will get a scrap value of ₹20,000. Record necessary journal entries and drop machinery account and depreciation account up to 31 March 2020. The company closes its books on 31st March every year. അപ്പോൾ ആദ്യം നമ്മൾ ഡിപ്രീസിയേഷൻ എത്രയാണോ ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ദി അസറ്റ്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത് 1,80,000 റുപ്പീസിനാണ് മെഷീനറി വാങ്ങിച്ചത്. 40,000 രൂപ അതിൻ്റെ ഇൻസ്റ്റലേഷന് വേണ്ടി ചിലവായി. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1,80,000 പ്ലസ് 40,000 2,20,000 ആയിരിക്കും. മൈനസ് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് ഓഫ് 10 years ഇറ്റ് വിൽ ഗെറ്റ് എ സ്ക്രാപ്പ് വാല്യൂ ഓഫ് ₹20,000. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂയിലെ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് 20,000 ആണ്. ഡിവൈഡഡ് ബൈ അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 10 years ആണ്. ഇപ്പോൾ ഡിവൈഡ് ബൈ 10. ഇപ്പോൾ 1,80,000 പ്ലസ് 40,000 മൈനസ് 20,000 ഡിവൈഡ് ബൈ 10. 2,20,000 മൈനസ് 20,000 ഡിവൈഡ് ബൈ 10, that is 2 lakh divided by 10, that is 20,000 rupees.
20,000 രൂപയാണ് ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ആ ഒരു അസറ്റ് 12 മാസം അല്ലെങ്കിൽ ഫുൾ ഇയർ നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ വർഷത്തെ ഡിപ്രീസിയേഷനായിട്ട് നമ്മൾ കാണിക്കേണ്ടത് 20,000 റുപ്പീസാണ്. ഇനി ഈ ഒരു അസറ്റ് നമ്മൾ വാങ്ങിച്ചത് എപ്പോഴാണ്? ഈ ഒരു അസറ്റ് നമ്മൾ വാങ്ങിച്ചത് ഒക്ടോബർ 1, 2016 ആണ്. ഒക്ടോബർ 1 വാങ്ങിച്ചത്. 1 ഏപ്രിൽ മുതലേ നമ്മുടെ കയ്യിൽ ഈ അസറ്റ് ഇല്ല. അപ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ ഈ ഒരു അസറ്റ് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത് 12 മാസം ഉപയോഗിക്കുന്നില്ല. എത്ര മാസമാണ് ഉപയോഗിക്കുന്നത്? ഒക്ടോബർ 1 ആണ്. അപ്പോൾ ഒക്ടോബർ മാസം ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസമാണ് ഈ ഒരു അസറ്റ് നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതുമ്പോൾ 20,000 റുപ്പീസ് ഡിപ്രീസിയേഷൻ കാണിക്കരുത്. കാരണം ആദ്യത്തെ വർഷം അസറ്റ് വാങ്ങിക്കുന്നത് ഒക്ടോബർ 1 6 മാസം മാത്രമേ ആ ഫസ്റ്റ് ഇയറിൽ അസറ്റ് ബുക്കിൽ 6 മാസം മാത്രമേ അസറ്റ് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 6 മാസത്തെ ഡിപ്രീസിയേഷൻ മാത്രമേ ഫസ്റ്റ് ഇയർ എഴുതാൻ വേണ്ടി പാടുള്ളൂ. പക്ഷേ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ ഫുൾ ഇയർ ഡിപ്രീസിയേഷൻ തന്നെ കാണിക്കാം, 20,000 തന്നെ കാണിക്കാം. അപ്പോൾ 6 മന്ത്സ് ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 12 മാസത്തെ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു 20,000 ആണ്. ഇനി 6 മന്ത്സ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 20,000 ഇൻറ്റു 6/12. 6 മാസത്തേക്കാണ് കാണേണ്ടത്. ടോട്ടൽ മന്ത് 12 ആണ്. അപ്പോൾ 6 മാസത്തെ ഡിപ്രീസിയേഷനായിട്ട് ഫസ്റ്റ് ഇയർ നമ്മൾ കാണിക്കേണ്ടത് 10,000 റുപ്പിയാണ്. ഇനി ഇതെങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ജേണൽ എൻട്രീസ് നമുക്ക് നോക്കാം. നേരത്തെ പഠിച്ച അതേപോലുള്ള ജേണൽ എൻട്രിയാണ്. ആദ്യം ആ മെഷീനറി വാങ്ങിക്കുന്നത് 1 ഒക്ടോബർ 2016 ആണ്. ഇപ്പോൾ ജേണൽ എൻട്രിയിൽ ഡേറ്റ് 1 ഒക്ടോബർ 2016. മെഷീനറി വാങ്ങിക്കുമ്പോഴുള്ള എൻട്രി എന്തായിരുന്നു? മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. മെഷീനറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യണം. 1,80,000 രൂപയാണ് മെഷീനറിയുടെ വില. പ്ലസ് 40,000 ഇൻസ്റ്റലേഷൻ എക്സ്പെൻസസ് 2,20,000 ആയിരിക്കണം മെഷീനറിയുടെ വിലയായിട്ട് കാണിക്കേണ്ടത്. ഇനി ആ വർഷം അവസാനം എന്ന് പറഞ്ഞാൽ 31 മാർച്ച് 2017 ആ ഒരു അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഡിപ്രീസിയേഷൻ ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ നേരത്തെ എന്തായിരുന്നു എൻട്രി പറഞ്ഞത്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി. ഇപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി എന്ന് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ഈ അസറ്റ് 6 മാസം മാത്രമേ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 20,000 ഫുൾ ഇയർ ഡിപ്രീസിയേഷൻ കാണിക്കരുത്. 6 മാസത്തെ ഡിപ്രീസിയേഷനായ 10,000 മാത്രമേ ആദ്യത്തെ വർഷം ഡിപ്രീസിയേഷനായിട്ട് കാണിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ എൻട്രി വരുന്നത് 31 മാർച്ച് 2017 ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 10,000 ടു മെഷീനറി 10,000. നെക്സ്റ്റ് ഈ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി 31 മാർച്ച് 2017 തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് 10,000 ടു ഡിപ്രീസിയേഷൻ 10,000. അപ്പോൾ ആദ്യത്തെ വർഷം 10,000 ആണ് ഡിപ്രീസിയേഷനായിട്ട് കാണിക്കേണ്ടത്. എൻട്രി എല്ലാം നേരത്തെ പഠിച്ച അതേ എൻട്രി തന്നെ. ഇനി നെക്സ്റ്റ് ഇയറിൽ ഈ 2 എൻട്രീസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ വരുന്ന എൻട്രി 31 മാർച്ച് 2018 ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 20,000 ടു മെഷീനറി 20,000. നെക്സ്റ്റ് ഇയറിൽ ഫുൾ 12 മാസവും ബിസിനസ്സിൽ അസറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ ഡിപ്രീസിയേഷനും കാണിക്കണം 20,000. ഇനി ഈ ഒരു ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുള്ള എൻട്രി 31 മാർച്ച് 2018 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിപ്രീസിയേഷൻ 20,000. ഇനി തേർഡ് ഇയറിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതേ എൻട്രി തന്നെയാണ്. 31 മാർച്ച് 2019 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 20,000 ടു മെഷീനറി 20,000. ഇനി ഈ ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന സമയത്ത് ജേണൽ എൻട്രി 31 മാർച്ച് 2019 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് 20,000 ടു ഡിപ്രീസിയേഷൻ 20,000. ഇനി നാലാമത്തെ വർഷം ഇതിൻ്റെ ജേണൽ എൻട്രി സെയിം എൻട്രി തന്നെ 31 മാർച്ച് 2020 ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 20,000 ടു മെഷീനറി 20,000. ഇനി 31 മാർച്ച് 2020 തന്നെ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് 20,000 ടു ഡിപ്രീസിയേഷൻ 20,000.
ഇത്രയായി കഴിഞ്ഞാൽ എൻട്രി കംപ്ലീറ്റ് ആയി. ഇനി സ്ക്രാപ്പ് വാല്യൂയുടെ ജേണൽ എൻട്രി ഇവിടെ എഴുതണ്ട. കാരണം ഈ മെഷീനറിയുടെ ലൈഫ് എന്ന് പറയുന്നത് 10 years ആണ്. 10 വർഷം ഇതേപോലെ ജേണൽ എൻട്രി റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് 10ാമത്തെ വർഷം മാത്രമേ ഈ മെഷീനറി നമ്മൾ വിൽക്കുകയുള്ളൂ. പക്ഷേ നമ്മളിവിടെ ജേണൽ എൻട്രി എഴുതിയത് 4 വർഷം മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ 4 വർഷം മാത്രം നമ്മൾ ഡിപ്രീസിയേഷൻ എഴുതുന്നു. ബാക്കിയുള്ള 6 വർഷത്തെ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ 6 വർഷത്തെ ജേണൽ എൻട്രി നമ്മൾ ഇപ്പോഴും എഴുതുന്നില്ല. അതുകൊണ്ട് തന്നെ 10ാമത്തെ വർഷം ഇത് അസറ്റ് വിറ്റിട്ട് കിട്ടുന്ന എമൗണ്ട് ഒന്നും തന്നെ നമ്മളിപ്പോൾ രേഖപ്പെടുത്തേണ്ടതില്ല. ആദ്യത്തെ 4 വർഷത്തെ മാത്രമേ നമ്മളിവിടെ കാണിക്കുന്നുള്ളൂ. ഇനി നേരത്തെ ചെയ്തതുപോലെ ഈ ഒരു ജേണൽ എൻട്രി പ്രകാരം മെഷീനറി അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കും. അപ്പോൾ മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ആദ്യം 1 October 2016 ഈ മെഷീനറി വാങ്ങിച്ചു. ഇപ്പോൾ ജേണൽ എൻട്രി നമ്മൾ എഴുതിയത് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് എന്നാണ്. അപ്പോൾ മെഷീനറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ മെഷീനറി അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക 1 October 2016 ടു ബാങ്ക് 2,20,000. ഇൻസ്റ്റലേഷൻ എക്സ്പെൻസസ് അടക്കം കൂട്ടിയ എമൗണ്ട് ആണ് കാണിക്കേണ്ടത്, 2,20,000. ഇനി ആ വർഷത്തെ അവസാനം 31 March 2017 ഡിപ്രീസിയേഷൻ 10,000. ആദ്യത്തെ വർഷം പകുതി മാത്രമേ ഡിപ്രീസിയേഷൻ കാണിക്കുള്ളൂ. കാരണം 6 മാസം മാത്രമേ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 6 മാസത്തെ ഡിപ്രീസിയേഷൻ കാണിക്കുക 10,000. ഇനി ആദ്യത്തെ വർഷം അസറ്റ് അക്കൗണ്ട് നമ്മൾ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. 2,20,000 ടോട്ടൽ കിട്ടും. ബാലൻസ് ആയിട്ട് കിട്ടുന്നത് 2,10,000. ആ ബാലൻസ് നെക്സ്റ്റ് ഇയറിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബ്രോ ഡൗൺ ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിൽ 1 April 2017 ടു ബാലൻസ് ബ്രോ ഡൗൺ 2,10,000. ഇനി ആ വർഷത്തെ അവസാനം ഡിപ്രീസിയേഷൻ 31 March 2018 ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക 20,000. ഇനി ആ അക്കൗണ്ട് വീണ്ടും ടോട്ടൽ ചെയ്യുക 2,10,000. ബാലൻസ് ആയിട്ട് വരുന്നത് 1,90,000. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കാണിക്കാം. നെക്സ്റ്റ് ഇയറിലേക്ക് അത് ബ്രോ ഡൗൺ ചെയ്യുക 1 April 2018 ടു ബാലൻസ് ബ്രോ ഡൗൺ 1,90,000. ഇനി നെക്സ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ രേഖപ്പെടുത്തുക 31 March 2019 ഡിപ്രീസിയേഷൻ 20,000. വീണ്ടും അസറ്റ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക 1,90,000. ബാലൻസ് ആയിട്ട് വരുന്നത് 1,70,000. ബാലൻസ് ക്യാരി ഡൗൺ. ആ ബാലൻസ് 4ാമത്തെ വർഷം ബ്രോ ഡൗൺ ചെയ്യുക 1 April 2019 ടു ബാലൻസ് ബ്രോ ഡൗൺ 1,70,000. നെക്സ്റ്റ് ആ വർഷത്തെ ക്ലോസിങ്ങിൽ 31 March 2020 ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക 20,000. ഇനി അക്കൗണ്ട് വീണ്ടും ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക 1,70,000 ടോട്ടൽ കിട്ടി. അതിൻ്റെ ബാലൻസ് ആയിട്ട് കിട്ടുന്നത് 1,50,000. ഇപ്പോൾ 1,50,000 എന്ന് പറയുന്നത് 31 March 2020 അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ഈ 31 March 2020 വരെ അക്കൗണ്ട് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 31 March 2020 ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക 1,50,000. ഇത്രയാണ് മെഷീനറി അക്കൗണ്ടിൽ വരക്കേണ്ടത്. ഇനി കഴിഞ്ഞ പ്രാവശ്യം വരച്ച അതേപോലെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് സെയിം വേയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ വർഷം അവസാനം നമ്മൾ ഡിപ്രീസിയേഷൻ ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ ആദ്യം പാസ് ചെയ്ത ജേണൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു മെഷീനറി എന്നാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക 31 March 2017 ടു മെഷീനറി 10,000. ഇനി ആ വർഷം അവസാനം ആ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള എൻട്രി ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക 31 March 2017 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 10,000. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡും 10,000 തന്നെ കിട്ടും, ബാലൻസ് ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ 31 March 2018 ടു മെഷീനറി 20,000. വർഷാവസാനം അതേ ഡേറ്റ് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 31 March 2018 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 20,000. അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 20,000 രണ്ട് സൈഡിലും കിട്ടും, ബാലൻസ് ഇല്ല. തേർഡ് ഇയറിലും ഇതേപോലെ തന്നെ 31 March 2019 ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക ടു മെഷീനറി 20,000. 31 March 2019 ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 20,000. അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 20,000 തന്നെ കിട്ടും, ബാലൻസ് ഇല്ല. ഇനി നമ്മളുടെ 4ാമത്തെ വർഷം കൂടി തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടി ഡിപ്രീസിയേഷൻ രേഖപ്പെടുത്തുക 31 March 2020 ടു മെഷീനറി 20,000. ഇനി ക്രെഡിറ്റ് സൈഡിൽ 31 March 2020 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 20,000 ടോട്ടൽ ചെയ്യുമ്പോൾ 20,000 തന്നെ കിട്ടും, ബാലൻസ് ഒന്നും തന്നെ ഇല്ല. ഇത്രയാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ വരുന്നത്.
ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.